മുഖ്യമന്ത്രി തർക്കത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ കഴിയില്ല. ജനം തേടുന്നത് നേതാവിനെ മാത്രമല്ല, അവർ നേടിയ വിജയത്തിന്റെ അർത്ഥം കൂടിയാണ്. 10,000 കഷ്ടപ്പെട്ട് നേടിയ വിജയത്തിന്റെ അന്തസ്സ് കെടുത്തരുതെന്നും ഷരീഫ് കുറ്റൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി തർക്കത്തിൽ മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ യൂത്ത് ലീഗ് കുറെ കൂടി അവരുടെ വാക്കുകൾ കടുപ്പിക്കുകയാണ്. മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരിക്കുന്നത്. മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഇതേക്കുറിച്ച് കഴിയില്ല എന്നാണ് പറയുന്നത്. ജംഷീർ കുടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, എന്താണ് ഇദ്ദേഹം പറയുന്നത്? ജംഷീർ കേൾക്കുന്നുണ്ടോ? എന്താണ് ഷെരീഫ് പറയുന്നത്? കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഒരു വിമർശനമാണ് ഇത്തരത്തിൽ ഷെരീഫ് കുറ്റൂർ ഉന്നയിക്കുന്നത്. അതായത് മറ്റൊരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് ഈ മുഖ്യമന്ത്രി കണ്ടെത്തിയെന്ന് പറഞ്ഞ് ഈ ഘട്ടത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഇപ്പോൾ ഇതൊരു പാർട്ടിയുടെ ഉള്ളറകളിലെ മാത്രം പ്രശ്നമായി കാണാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ ആത്മാഭിമാനത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രശ്നം കൂടിയായി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. 102 സീറ്റുകൾ എന്നത് കേവലം ഒരു സംഖ്യയല്ല. അത് വലിയ തരത്തിൽ പ്രവർത്തകർ വെയിലത്ത് നടന്ന് പ്രവർത്തകർ വലിയ തരത്തിൽ അധ്വാനിച്ചുകൂടി നേടിയെടുത്ത ഒരു മഹാവിജയമാണ്. ആ മഹാവിജയത്തിന്റെ ശോഭ ഇങ്ങനെ കെടുത്തരുത്, അത് ഇങ്ങനെ മുഖം കെടുന്ന രീതിയിലേക്ക് മാറരുത്. മാത്രമല്ല, പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയിലും മുഖ്യമന്ത്രിയെ ജനം അന്വേഷിക്കുകയാണ്. ആളുകൾ തേടുന്നത് ഒരു നേതാവിനെ മാത്രമല്ല, അവർ നേടിയ വിജയത്തിന്റെ അർത്ഥം കൂടിയാണ് എന്നുള്ളത് കൂടി പറയുന്നതോടുകൂടി വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി നമുക്ക് അതിനെ കാണേണ്ടിയിരിക്കുന്നു. ലക്ഷക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ അഭിമാന ബോധം ഇങ്ങനെ പരീക്ഷപ്പെടുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ഷെരീഫ് കുറ്റൂർ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നതിൽ വലിയ അമർഷം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പരസ്യമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന ഈ കണ്ടേറെ വേദനയുണ്ടെന്നും മാത്രമല്ല, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, തോറ്റിട്ട് മാനക്കേടുണ്ടാകുന്നതിനേക്കാൾ കഷ്ടമാണിപ്പോൾ ജയിച്ചിട്ട് മാനക്കേടുണ്ടാകുന്നത്. ഒന്നിനും കൊള്ളാത്തവെന്ന് അടക്കം പറച്ചിലുകൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ കേട്ട് അതിന് മറുപടി പറയാൻ കഴിയാതെ പതറിപ്പോകുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള ഷെരീഫ് കുറ്റൂർ ഉന്നയിക്കുന്നത്. ശരി ജംഷീർ.